ക്രൈസ്തവ ദൗത്യത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റിയിട്ടുള്ള അപജയം പോലെ തന്നെയാണ് സഭയ്ക്ക് പറ്റിയിട്ടുള്ള അപജയം. വർഗീയവാദികളായിട്ടുള്ള സുഡാപ്പികളോ അല്ലെങ്കിൽ വേറെ മറ്റേ ഹനുമാൻ സേനയൊന്നും അല്ല ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണ് ചെയ്യുന്നത്. ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട രീതിയിലേക്ക് പോവുക. അത് ചർച്ചിനകത്ത് മാത്രമല്ല, ഇതര മതസമൂഹങ്ങൾക്കകത്തൊക്കെ ഈ സംഭവങ്ങളുണ്ട്. കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭ വലിയൊരു സഭയായിരുന്നു എന്ന് പുതിയ തലമുറ പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരവസ്ഥയുണ്ടാവും. ഇത് ആത്യന്തികമായി ഇത് ക്രൈസ്തവ നിന്നയാണ്. രാജഭായ് നമസ്കാരം. നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇതെനിക്ക് തോന്നുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടൊപ്പം തന്നെ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളും കൂടിയാണിന്ന്. അതെ. പക്ഷെ പണ്ടൊക്കെ ഈ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളും സ്വാതന്ത്ര്യ ദിനത്തോടൊപ്പം ആഘോഷിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. പക്ഷെ ഇന്നതില്ല. ഇതിന് കാരണം എന്ത് എന്ന് പരിശോധിക്കുന്നിടത്തു നിന്നാണ് നമുക്ക് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് പുതിയ തലമുറ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. എന്താണ് അഭിപ്രായം? ഇത് കത്തോലിക്ക സഭയുടെ മാത്രമല്ല, സഭ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസും ഐലൈസേഷൻ അതിനകത്ത് നടന്നിട്ടുണ്ട്. സ്ഥാപനവൽക്കരണത്തിൻ്റെ വഴിയെ പോവുകയാണ്. ഒരു പള്ളിയുടെ ഇടവക വികാരി, അതല്ലെങ്കിൽ ഒരു ബിഷപ്പ്, ഇത് കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, മാർത്തോമാ സഭ, ബാക്കിയുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ടല്ലോ, മാർത്തോമാ സഭ, CSI, ഓർത്തഡോക്സും യാക്കോബയും തമ്മിലുള്ള തല്ല്, യാക്കോബ സഭ, മാർത്തോമാ സഭ, എല്ലാ സഭകളും അഭിമുഖീകരിക്കുന്ന ഒരു ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്രൈസ്തവ ദൗത്യത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കത്തോലിക്ക സഭയെക്കുറിച്ച് എടുക്കുക. കത്തോലിക്ക സഭയ്ക്കകത്തെ വൈദികരെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എത്ര വലിയ പ്രഗത്ഭരുണ്ടായിരുന്നു. കത്തോലിക്ക സഭ കേരളത്തിലെ സമൂഹത്തിന് മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ നടത്തിയിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങളുടെ രീതി എവിടെയായിരുന്നു? അവിടെ നിന്ന് ഇന്ന് ആലോചിച്ച് നോക്കൂ, വൈദിക വൃത്തിയിലേക്ക് പോകാൻ പുരോഹിതനാവാൻ ആഗ്രഹിക്കുന്ന, പണ്ടത്തെ കാലത്ത് മിക്കവാറും എല്ലാ പാരമ്പര്യമുള്ള തറവാടുകളിൽ നിന്നും ഒരാളെ വൈദികനാക്കും, കന്യാസ്ത്രീയാവും, സ്വമേധയാ പോകുന്നവരുണ്ട്. അത് നേർച്ചയാണെങ്കിൽ പോലും ചിലർ സ്വമേധയാ വഴി തെരഞ്ഞെടുത്തവരുണ്ട്. 50% സത്യസന്ധമായി ദൈവ വഴിയിലൂടെ പോവുകയും വിശുദ്ധ വഴിയിലൂടെ നടന്നു നീങ്ങാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന സുവിശേഷം അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനം എന്നത് മതമാറ്റമല്ല ഉദ്ദേശിച്ചത്, അല്ലാതെ അതിനെ ഒരു ദൗത്യമായി സ്വീകരിക്കുകയും സമർപ്പിത ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു പകുതിയോളം വരുന്നവരെന്ന് പറഞ്ഞാൽ ഇതൊരു കച്ചവടത്തിൻ്റെ വഴിയെ പോകുന്നു. ഒരു കാലഘട്ടത്തിൽ നടന്ന നല്ല സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ഇവരുടെ പരിപാടി എന്താ? ഇപ്പം സഭയ്ക്ക് കോടികളുടെ ആസ്തിയുണ്ട്. ഈ ആസ്തികൾ കൈകാര്യം ചെയ്യുക, ഈ സമ്പത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ്. പള്ളി ആരാ കൊണ്ട് കിടക്കുന്നത്? സ്ഥലത്തെ ഏറ്റവും വലിയ പ്രധാന പ്രമാണിയാണ് പള്ളിയുടെ. ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ ഇടവകയുടെ പണ്ടൊക്കെ കൈക്കാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻപുറത്തുള്ള ഓരോ പാവപ്പെട്ടവരൊക്കെയാണ് വരുന്നത്. അവരെ സമർപ്പിതമായിട്ട് അതിനകത്ത് നിൽക്കുന്നത്. ഇപ്പം അങ്ങനല്ല. ഇതിൻ്റെ കമ്മിറ്റിക്കകത്ത് കയറി കൂടുക, ഇതിൻ്റെ സ്ട്രക്ചറിനകത്ത് കയറി കൂടുക. മാർത്തോമാ സഭയ്ക്കകത്താണെങ്കിൽ അതിൻ്റെ സഭാ കൗൺസിലിൽ മണ്ഡലം കമ്മിറ്റി, ഓരോ ഡയസിസിനകത്ത് മണ്ഡലം കമ്മിറ്റി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സഭാ കൗൺസിലുണ്ട്. ഇതിനകത്തോട്ട് ഇടിയാണ്. അതും ഏറ്റവും വലിയ കാശുകാർ പർച്ചേസ് ചെയ്യുക. വോട്ടർമാരെ അടൂർ യൂത്ത് സെൻ്ററിൽ അവിടെയൊക്കെ ആയിരിക്കും ഇലക്ഷൻ നടക്കുക. ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്തേക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് പൈസ കൊടുത്ത് കള്ളും വാങ്ങി കൊടുത്തിട്ട്, ക്രിസ്തുവിന്റെ പേരില്ല, കള്ളും വാങ്ങി കൊടുത്ത് കുടിപ്പിച്ചിട്ട് വേണേൽ പെണ്ണും കൂട്ടി കൊടുക്കുമാർ. എന്നിട്ടാണ് പോയിട്ട് കമ്മിറ്റിക്കകത്ത് കയറുന്നതിന്റെ ഗുണം എന്താ? ഈ സഭകൾക്കെല്ലാം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. ഇവരെ നോമിനികളെ അതിനകത്ത് കയറ്റാം, അതിനും പൈസ മേടിക്കും. കുറച്ച് സഭയുടെ ഒരു തലവരിപ്പടം കൊടുക്കേണ്ടതുണ്ടാവും. സഭയ്ക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകളിലും, അത് ക്രൈസ്തവ, മുസ്ലിം, SNDP, NSS എല്ലാ സ്ഥാപനങ്ങളിലും ഇത് മേടിക്കുന്നുണ്ട്. പക്ഷെ അതറിയാതെ ഇത് ഏർപ്പാടാക്കി കൊടുക്കുന്നതിന് മീഡിയേഷൻ നടത്തുന്നതിന് ഇവന്റെ കയ്യിൽ പൈസ കിട്ടുന്നുണ്ട്. ഈ രീതിയിലേക്ക് ഇതൊരു വലിയ കച്ചവട സ്ഥാപനമായിട്ട് മാറി. ഈ സ്ഥാപനവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അവിടെയാണ്. പണ്ട് കാലത്ത് എത്രയോ എല്ലാവരും മിഷണറി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ രീതിക്കകത്ത് ക്രൈസ്തവ സഭ വല്ലാത്ത ഇതിലേക്ക് പോകുക. ഇവിടെ മാത്രമല്ല സിവി, ഇത് ലോകവ്യാപകമായിട്ട് പ്രശ്നമുണ്ട്. തുർക്കിയിലെ മറ്റേ പള്ളിയെക്കുറിച്ചൊക്കെ നമ്മൾ വാചാലരാകുന്നുണ്ട്. എവിടെ? യൂറോപ്പിൽ എവിടെ പള്ളികളൊക്കെ ക്ലബ്ബായിട്ടും പബ്ബായിട്ടും മാറുക. അവിടെ അത് ബാറായിട്ടും ബിയർ പാർലറായിട്ടും മാറുകയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ കത്തോലിക്ക വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. കാരണം ഒരു വൈദികനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ വീട്ടിലേക്ക് ഒരു വൈദികൻ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു അഭിമാനമായിട്ട് കരുതിരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് എന്ന് പറയുന്നത് വളരെ അഭിമാനമായിട്ട് കണ്ടിരുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ ഇപ്പോഴും. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇന്നത്തെ പുതിയ തലമുറ എന്നുള്ളതാണ് നമ്മളെ ഈ വിഷയം എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം. പല ആളുകൾക്കും പള്ളിയിൽ പോകാൻ താല്പര്യമില്ല. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? പള്ളിയിൽ അടി ഇടിയും ബഹളമാണ്. അതായത് അൾത്താരയ്ക്കകത്തെ എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട ബലിപീഠം വരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ പല പള്ളികളും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പള്ളിപ്പിടുത്തം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. പള്ളിപ്പിടുത്തം എന്നുള്ളതല്ല,
ഇവിടെ തന്നെ ചെമ്പുമുക്ക് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചെമ്പുമുക്ക് പള്ളിയുടെ പ്രോപ്പർട്ടി അവർക്ക് കുറഞ്ഞ ചീപ്പ് വിലയ്ക്ക് കൊടുക്കുക. അപ്പം ബാക്കി പൈസ എവിടെയോട്ട് പോയി? അതായത് ആധാരത്തിൽ കാണിച്ച രജിസ്ട്രേഷനിൽ കാണിച്ച പൈസ മാത്രമാണ് സഭയുടെ അക്കൗണ്ടിലേക്ക് വന്നത്. അത് കോടിക്കണക്കിന് രൂപയുടെ അസറ്റാണ്. കോടിക്കണക്കിന് രൂപയുടെ അസറ്റിനകത്ത് സ്റ്റാമ്പ് പേപ്പറിൽ കാണിച്ച പൈസ മാത്രം അക്കൗണ്ടിലേക്ക് കാണിക്കുന്നു. അത് അച്ഛൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്നു. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട്, അങ്ങോട്ട് നോക്കി കുർബാന നടത്തണം, ഇങ്ങോട്ട് നോക്കി കുർബാന നടത്തണം, തർക്കം നടന്നോട്ടെ. അത് സഭയുടെ ബോഡിക്കകത്ത് നടക്കട്ടെ. സഭയുടെ ബോഡിക്കകത്ത് ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ, പിന്നെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ, എന്നിട്ട് ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലെത്തട്ടെ. ഭൂരിപക്ഷ തീരുമാനം എന്താണോ അതിനെ ബാക്കിയുള്ളവരും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് പോട്ടെ. തെരുവിക്കടുത്ത് അടി കൂടുക, പള്ളിക്കകത്തിരുന്ന് അടി കൂടുക, പള്ളിക്കകത്തുനിന്ന് തെറി വിളിക്കുക. അവിടെ പിന്നെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നല്ല ഇപ്പം കണ്ടാൽ പറയുന്ന അൺപാർലമെന്ററിയാ പറയുന്ന അച്ഛനെ കാണുമ്പോൾ. പിന്നെ പണ്ടത്തെ കാലത്ത് സഭയുടെ രീതി എങ്ങനെയായിരുന്നു? ഇടവകയ്ക്കകത്ത് ഭവന സന്ദർശനം ഉണ്ടാവും. അച്ഛൻ്റെ കന്യാസ്ത്രീകൾ പോയിട്ട് ഭവന സന്ദർശനം നടത്തും. ഇപ്പം നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റിയിട്ടുള്ള അപജയം പോലെ തന്നെയാണ് സഭയ്ക്ക് പറ്റിയിട്ടുള്ള അപജയം. ജനങ്ങളുമായിട്ട് ബന്ധമില്ല, വീടുകളുമായിട്ട് ബന്ധമില്ല, പട്ടിണി കിടക്കുന്നവർ എത്ര പേരെ ഇടവകയുടെ കീഴിലുണ്ടെന്ന് അറിയത്തില്ല. ഈ രീതിയിലേക്കുള്ള ജനകീയ ബന്ധത്തിലേക്ക് പോകുന്നില്ല. സുവിശേഷം അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് ആത്മീയ വ്യാപാരത്തിലേക്ക് പോവുകയും ബാക്കിയുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം പിന്നെ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊളിറ്റിക്സിൽ താല്പര്യം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് ചർച്ച് എന്ന് പറയുന്നതിനകത്ത് ആ ഒരു സിസ്റ്റത്തിനകത്ത് അവർക്ക് പിന്നെ താല്പര്യം നഷ്ടം. എന്റെയൊക്കെ ചെറുപ്പത്തില് ഒരു പള്ളി KCYM ഉണ്ടായിരുന്നു, CML ഉണ്ടായിരുന്നു, CLC ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. അത് കൂടാതെ തന്നെ വൈകുന്നേരങ്ങളിലെ പള്ളിമുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ ഒത്തുകൂടാനുള്ള ഒരു വേദി കൂടിയായിരുന്നു. അതുകൂടാതെ തന്നെ പള്ളിയിൽ നടക്കുന്ന ഈ കലോത്സവങ്ങൾ, ഈ കലോത്സവങ്ങളിലൂടെയൊക്കെ പള്ളിപ്പെരുന്നാള്, അതിനുള്ള നാടകത്തിന്റെ പരിശീലനം, ഇങ്ങനെ എന്തെല്ലാം എത്ര മനോഹരമായി എന്തെല്ലാം ആക്ടിവിറ്റീസ് അതിൽ നിന്നൊക്കെ മാറിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലണോ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലണോ എന്നുള്ളതിന്റെ പേരില് ഇത് മൊത്തം നശിപ്പിച്ച് പണ്ടാരമടക്കി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിന്റെ ഒരു അവസാനത്തെ ഫലം എന്ന് പറയുന്നത് പുതിയ തലമുറയെ, കാരണം ഈ കൊച്ചു പിള്ളേരൊക്കെ കണ്ടു വളരുന്നത് എന്താണ്? TV-കകത്ത് കാണുന്നത് എന്താണ്? അച്ഛന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നു, തള്ളി മാറ്റുന്നു. പണ്ടൊക്കെ ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു റെസ്പെക്ട് ആയിരുന്നു. ബിഷപ്പിനെ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തൊരു ഭയങ്കരമായ ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു അഭിമാനമൊക്കെ നമുക്ക് തോന്നിക്കുന്നതായിരുന്നു. ഇപ്പോൾ ബിഷപ്പുമാരുടെയൊക്കെ മുഖത്തേക്ക് നോക്കി കൈവിരൽ ചൂണ്ടി തല്ലാൻ ചെല്ലുന്ന സാഹചര്യം വരെ ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ട്. പാമ്പളാനി പിതാവിൻ്റെ അടുത്ത് പച്ചത്തെറിയാണ് വിളിക്കുന്നത്. പച്ചത്തെറി അടി കിട്ടിപ്പോവെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഒന്നാമത് വർഗീയവാദികളായിട്ടുള്ള സുഡാപ്പികളോ അല്ലെങ്കിൽ വേറെ പിന്നെ മറ്റേ ഹനുമാൻ സേനയൊന്നും അല്ല ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണ് ചെയ്യുന്നത്. ഈ പള്ളിക്കകത്തുനിന്ന് തിന്നു കൊഴുത്ത് നടക്കുന്ന കുറെ ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ പള്ളിയുടെ ഈ നമ്മുടെ ഈ പള്ളിയിലെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ഈ ഭക്ഷണത്തിൽ നിന്ന് തിന്ന് എല്ലിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ഈ പള്ളിയിലെ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അവരുടെ വിശപ്പ് മാറത്തുള്ളൂ. അത് വേറെ അത് കാര്യം പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയുള്ളവന്മാരെ സംബന്ധിച്ചിട്ട് ബാക്കിയുള്ള ആളുകളുടെ വികാരങ്ങൾ, ബാക്കിയുള്ള സഭാവിശ്വാസ ങ്ങളുടെ വികാരത്തെ ഒക്കെ മാനിക്കാൻ ഇവർക്ക് സമയമൊന്നുമില്ല. ഇവരെന്തോ സംഭവമാണെന്ന് വിമതരായാലും അല്ലെങ്കിൽ മറിച്ച് സഭാസ്നേഹികളായാലും ഇവര് ആരായിരുന്നാലും എല്ലാവരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 100-500 പേരെ ഉണ്ടാവത്തുള്ളൂ. അതിന്റെ മേളിലേക്ക് ആരുമില്ല. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന സഭാവിശ്വാസികൾക്ക് അങ്ങോട്ട് തിരിഞ്ഞെന്ന് കുർബാനയിൽ ഇതുകൊണ്ടോ ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് കുർബാനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ ഞാൻ ഈ അങ്കമാലി അതിരൂപതയില് സിനഡ് കുർബാന നടപ്പിലാക്കണം എന്നുള്ളത് ആരുടെ എന്താണ് ഇത്ര നിർബന്ധ ബുദ്ധി ആർക്കാണുള്ളത്? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. ചില പിതാക്കന്മാരുടെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതൊക്കെയും സഭയിൽ നിന്ന് ഒരുപാട് വിശ്വാസികൾ അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് തന്നെ യാതൊരു സംശയമില്ല. കാരണം സിബി പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണോ എന്നുള്ളത് മാത്രമല്ല, എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുത്തൻ പിന്നെ മദ്യത്തിന് അടിമയായ ഒരുത്തൻ അവന് ബാറിലിരിക്കുമ്പോൾ ദൈവമേ എനിക്ക് ഈ ശീലത്തിൽ നിന്ന് മുക്തി തരണമെന്നാണ് ദൈവം കേൾക്കുമോ? ഈ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ TV-യിലല്ല ഇരുന്ന് കുർബാന കണ്ടുകൊണ്ട് ഓൺലൈനൊക്കെ ആയിട്ട് അന്നും ഈ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയോട് തന്നെ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന രീതിയിലേക്ക് ഇവർ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്ന് വേണം നമ്മൾ. കത്തോലിക്ക സഭയുടെ മാത്രം വിഷയമല്ല, മരിച്ചുപോയ മൃതശരീരം അടക്കാൻ വരുമ്പം അതിനെ തടയാൻ പോകുന്നവരും അതിനുവേണ്ടി കോലാഹലം ഉണ്ടാക്കുന്നവരും തമ്മിലടിക്കുന്നവരുമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗത്തിനകത്ത് ഈ പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആയിട്ട് പോകാൻ പോകുന്നത് ഇത് ഒന്നുകിൽ ആളുകൾ ഈ തരം കസ്റ്റം ഒക്കെ അങ്ങ് വിടും. അത് കൂടാതെ മാത്രമല്ല ചെറുപ്പക്കാരെ ഈ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും വൈകിട്ട് ഈ പള്ളിമുറ്റത്ത് ഒരുമിച്ച് കൂടുന്നു, ഈ പിന്നെ കളിക്കുന്നു, വർത്തമാനം പറയുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഒക്കെ ചെയ്യുമ്പം ഇവർ മദ്യപാനത്തിലേക്ക് പോകുന്നില്ല, മയക്കുമരുന്നിലേക്ക് പോകുന്നില്ല. ഇവരുടെ ആക്ടിവിറ്റീസിന് അവിടെ ഇതുണ്ട്. അവർ പിന്നെ വേറെ ഓരോ കാര്യങ്ങൾ വിശദമായിട്ട് ചെയ്യുന്നു. ഒരാളുടെ ലൈഫ് സ്റ്റൈലിനെ രൂപപ്പെടുത്തുന്നതിനകത്ത് പള്ളി
ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ നമുക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് തന്നെ പറയാം, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളിമുറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതേതരത്വത്തിന്റെ ഒരു വേദി കൂടിയായിരുന്നു. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല അവിടെ മറ്റ് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും അവിടെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുകയും അവിടെ കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയൊക്കെയാണ് വെറുതെ ഇപ്പോൾ ഇതേ രീതിയിലേക്കൊക്കെ മാറ്റി. ചില ആളുകളുടെ കടുംപിടുത്തം എന്ന് തന്നെ പറയേണ്ടി വരും. ആ കടുംപിടുത്തമാണ് സഭയെ ഇതേമാതിരി നാണം കെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ കടുംപിടുത്തത്തിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? പല വൈദികരും താല്പര്യത്തിന്റെ പുറത്ത്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, ഇപ്പോഴും സത്യസന്ധരായിട്ടുള്ള ഒരുപാട് അച്ഛന്മാരെ പല സഭകൾക്കകത്തും എനിക്കറിയാം, ചില ബിഷപ്പുമാരുമായിട്ടും ഒക്കെ നല്ല ബന്ധമുണ്ട്, ഒക്കെ ഉണ്ട്. ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങളെ കാണുന്നവർ അവർ തുറന്ന കാര്യങ്ങൾ ഇന്നത്തെ പോക്കിനകത്തുള്ള വിഷമം പറയാറുണ്ട്. പക്ഷേ മറ്റേതൊരു ലോബിങ് നടക്കുക, രാഷ്ട്രീയത്തിൽ നടക്കുന്ന പോലെ. അതായത് ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട രീതിയിലേക്ക് പോവുക. അത് ചർച്ചിനകത്ത് മാത്രമല്ല, ഇതര മതസമൂഹങ്ങൾക്കകത്തൊക്കെ ഈ സംഭവങ്ങളുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ സഭകൾക്കകത്ത് കുറച്ചുകൂടെ രൂക്ഷമാണ്. ഈ രൂക്ഷത എന്ന് പറയുമ്പം ഉണ്ടാവുന്ന പ്രശ്നം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു ഇടവക വികാരി 3 കൊല്ലം അല്ല 500 ഫാമിലിയുള്ള ഒരു പാരിഷിലെ ചുമതലയുള്ള ഒരു വികാരി 3 വർഷമോ 4 വർഷമോ സർവീസിലിരുന്നാലും പുള്ളി അവിടുത്തെ പാവപ്പെട്ടവരുടെ പേരറിയത്തില്ല. അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നരെല്ലാം എന്നും വിളിച്ച് ലോകം പറയാനുള്ള ബന്ധമുണ്ട്. ഭവന സന്ദർശനം എന്ന് പറഞ്ഞ പരിപാടി കൃത്യമായിട്ട് നടക്കുന്നില്ല. സിബി, അങ്ങനെ സംഭവമുണ്ട്. വീട് ഉദാശിക്ക് വിളിച്ചപ്പോൾ അല്ലാതെ ഭവന സന്ദർശനം നടക്കുന്നില്ല. മറ്റേത് അങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛനും കന്യാസ്ത്രീകളും കൂടെ കൂടിയിട്ട് ഒരുമിച്ചാണ് പോകുന്നത് ഓരോ വീട്ടിലും. അവിടെ ഇരുന്ന് കുറച്ച് നേരം 1 മണിക്കൂർ ഇരുന്ന് ഒരു കട്ടൻ ചായയൊക്കെ അവിടെ നിന്ന് കുടിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ്, ഇനിയിപ്പോൾ ഭർത്താവ് കുറച്ച് കുടിക്കുന്ന ആളാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച്, അല്ലെങ്കിൽ അവർ ഫാമിലി ഇഷ്യൂ ഉണ്ടെങ്കിൽ ആരായിരുന്നു തീർക്കുന്നത്? അത് പള്ളിയായിരുന്നു. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. കൂടുതലും ഇപ്പൊ അങ്ങനെ. അത് കൂടാണ്ട് തന്നെ വേറെ കാര്യം പറയാം, ഡിവേഴ്സുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ പെട്ടെന്നൊരു അസുഖം വന്നു. ഈ ആളുകൾ ഓടിച്ചെന്നിട്ട് അച്ഛനോട് പോയിട്ടാണ് ചോദിക്കുന്നത്, അച്ഛൻ ഒരു 100 രൂപ തരുമോ, 50 രൂപ തരുമോ, 200 രൂപ തരുമോ? അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളുടെ ഫീസ് അടയ്ക്കാനായിട്ട് അവസരം വന്നത്, അച്ഛാ 1 മാസത്തേക്ക്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പള്ളി, നമ്മൾക്കൊക്കെ ഏറെ സന്തോഷം തന്നിരുന്ന ഒരു പള്ളിയാണ് ഇന്ന് ഇതേ അവസ്ഥയിലേക്ക് പോയത് എന്ന് പറയുമ്പോഴത്തേക്ക് അതുള്ള വിഷമം നമുക്ക് വേണ്ട. നാട്ടിലൊരു അപകടം ഉണ്ടായാൽ നാട്ടിൽ അത് ജാതിയും മതവും ഒന്നും നോക്കാതെ പള്ളിയിലെ കൂട്ടമണി അടിക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് കിട്ടുന്നത് വാണിങ്ങാ അത് കിട്ടുന്നത്. അത് ഹിന്ദു മുസ്ലിം എല്ലാവരും കേൾക്കുക. അത് അവരവിടെയോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് ഒരു വലിയ പ്രസക്തി ഉണ്ടായിരുന്നു, സാമൂഹിക പ്രസക്തി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല. ആ സാധനത്തിനെയാണ് ഇവന്മാർ കൊണ്ട് നശിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വേറെ ബെനിഫിഷ്യറി ആയിട്ട് പോകുന്നൊരു കാര്യമുണ്ട്. കത്തോലിക്ക സഭ അലിഞ്ഞില്ലാതാവുകയും അപ്പുറത്ത് പെന്തക്കോസ്ത് വിഭാഗം അതിൻ്റെ ഗുണഭോക്തായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് ആർക്കാണ് ഇപ്പം ഇതിനൊക്കെ താല്പര്യമുള്ളത്? സിബി, ഞാൻ പല കുടുംബങ്ങളിലും എനിക്കറിയാവുന്ന കുടുംബങ്ങളിൽ, അതായത് നല്ല ദൈവവിശ്വാസം ഉള്ളവർ സൺഡേ സ്കൂളിൽ പിള്ളേരെ വിടുന്നില്ല. സൺഡേ സ്കൂളിൽ പിള്ളേരെ വിടാത്തൊരവസ്ഥയിലേക്ക് എത്തുക. കാരണം ഇവിടുത്തെ ഈ സാധനത്തിനകത്ത് മനമെടുത്ത് അവരും ഞായറാഴ്ച പള്ളിയിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ചത്താ കൊണ്ടുപോയി കുടിച്ചില്ലാതൊരു സ്ഥലം എന്നുള്ള രീതിക്ക് പള്ളിയിലെ ഫണ്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് പള്ളിയിൽ നിന്ന് ഇതാകാതെ പോകും. കല്യാണവും നടത്തണമല്ലോ പള്ളിയിൽ നിന്ന്. ഇത് മാത്രം ഈ മാമോദിസ, കല്യാണം, ആദ്യ കുർബാന, മരണം, ആദ്യ കുർബാനയ്ക്ക് മാത്രമേ പോകത്തുള്ളൂ. പിന്നെ കുർബാനയ്ക്ക് പോലും പോകത്തില്ല. ഈ സാധനം മാത്രമാണ്. കാരണം സെമിത്തേരി കൊണ്ടുപോയിട്ട് കുടുംബ കല്ലറ കാണും. അപ്പോൾ അപ്പനെയും അമ്മയൊക്കെ അവിടെ അടയ്ക്കായിരിക്കും. അവിടെ തന്നെ നമുക്ക് കിടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിന് മാത്രമുള്ള സംഭവമായിട്ട് ഇത് മാറിയിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ചർച്ച് ഓർഗനൈസേഷൻ ചാർട്ട് മേളീന്ന് തൊട്ട് ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ അതിന് മേലെയുള്ള ആൾക്കാരെ തൊട്ട് നമ്മുടെ പോപ്പുമാർക്കൊക്കെ ഈ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഇന്ത്യക്കകത്ത് സംഭവിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി കൂടിയിട്ടുള്ള കുറേ വൃത്തികെട്ടവന്മാരുണ്ട്. ഈ ലോകമായിട്ട് നടക്കുന്ന എല്ലാവരും നല്ലവന്മാരല്ലോ. നല്ല ആൾക്കാർ കൂടെ ചീത്തപ്പേരുണ്ടാക്കി ചെയ്യുന്നത്. വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ക്രൈസ്തവ ദൗത്യം ഏറ്റെടുക്കുന്ന, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും സഭയെയും സമൂഹത്തെയും നയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന തിരിച്ചറിവ് പല പിതാക്കന്മാർക്കും പല വൈദികർക്കും നഷ്ടപ്പെട്ടു പോവുകയും ഈ സഭ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇതിന്റെ സ്ട്രക്ചറിനകത്ത് കയറി കൂടി കച്ചവടം നടത്താൻ നോക്കുന്ന കുറേ പേര്, രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതുപോലെ അത് നടത്തുന്ന കുറേ പേരുള്ളതിൻ്റെ ജീർണതയുടെ ഫലമായിട്ട് കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭ വലിയൊരു സഭയായിരുന്നു എന്ന് പുതിയ തലമുറ പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരവസ്ഥയുണ്ടാവും. ഇവർ പണ്ട് കാലത്ത് ചെയ്ത സേവനങ്ങളെക്കുറിച്ച് പോലും ഒരു കാലത്ത് മിഷണറി പ്രവർത്തനമൊക്കെ നടത്തി എത്ര വലിയ ത്യാഗത്തിൻ്റെ വഴിയിലാണ്. കഞ്ഞിയും കുടിച്ച് കപ്പപ്പുഴുക്കും തിന്നിട്ട് മഠത്തിലുള്ള ഈ കന്യാസ്ത്രീകൾ ജീവിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ അച്ഛന്മാരും കുടിയേറ്റ മേഖലയിലും ഹൈറേഞ്ച് ഏരിയയിലും ഒക്കെ ഇടവക വികാരിമാരായിട്ട് പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളിലെ മാനേജർമാരായിട്ടൊക്കെ പോയിട്ടുള്ള, കോളേജിലെ മാനേജർമാരായിട്ടുള്ള അച്ഛന്മാരെന്തോ കഴിച്ചിരുന്നേ. ഈ ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകുന്നത്. അങ്ങനെ നടത്തിയിരുന്ന ആളുകളോടുള്ള നിന്ദയാണിത്. ഇത് ആത്യന്തികമായി ഇത് ക്രൈസ്തവ നിന്ദയാണ്. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ പെന്തക്കോസ്ത് സഭയിൽ നിന്ന് കുറച്ച് വരുമ്പോൾ ബാക്കിയുള്ളൊരു നിരീശ്വരവാദികളായിട്ട് മാറും. ഏറ്റവും അവസാനം യൂറോപ്പിലൊക്കെ കാണുന്നത് പോലെ, സ്കാൻഡിനേവിയൻ കൺട്രീസിൽ കാണുന്നത് പോലെ പള്ളിക്കകത്ത് ആൾ വരാൻ ഇല്ലാതാകുമ്പോൾ പള്ളി വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്ന ബോർഡ് വെക്കേണ്ട ഗതികേട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.